നമസ്കാരം. KCV ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. കർഷക രക്ഷ കേരള രക്ഷ എന്ന മുദ്രാവാക്യമുയർത്തി കേരള കർഷക സംഘം വില്ലേജ് ഓഫീസുകളും BSNL ഓഫീസുകളും ഉപരോധിക്കും. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് പള്ളുരുത്തിയിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന ഗണേശോത്സവത്തിന് ശനിയാഴ്ച സമാപനമാകും. ഘോഷയാത്രയുടെ ഗണേശ വിഗ്രഹം ശനിയാഴ്ച വൈകുന്നേരം ഫോർട്ടുകൊച്ചി കടപ്പുറത്ത് നിമജ്ജനം ചെയ്യും. വാർത്തകൾ വിശദമായി. കർഷക രക്ഷ കേരള രക്ഷ എന്ന മുദ്രാവാക്യമുയർത്തി കേരള കർഷക സംഘം വില്ലേജ് ഓഫീസുകളും BSNL ഓഫീസുകളും ഉപരോധിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഉപരോധ സമരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് അവസാനിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കാണ് കർഷക സംഘം പ്രവർത്തകർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത്. പള്ളുരുത്തി രാമേശ്വരം വില്ലേജ് ഓഫീസ് ഉപരോധ സമരം CPIM പള്ളുരുത്തി ഏരിയ സെക്രട്ടറി TK വത്സൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ നെൽവയലുകൾ ചുരുങ്ങപ്പെട്ടു. പക്ഷേ ഇവിടുത്തെ നെൽകൃഷിക്കാരന് മതിയായ സംരക്ഷണം കിട്ടുന്നുണ്ടോ? ആനുകൂല്യം കിട്ടുന്നുണ്ടോ? കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാലഘട്ടത്തിൽ നെൽകൃഷിക്കാരന് സംഭരിച്ച നെല്ലിന്റെ വില UDF ഭരിച്ചിരുന്നപ്പോൾ 2006 വരെ 9 രൂപയായിരുന്നു താങ്ങുവില കൊടുത്തിരുന്നത്. അത് ഘട്ടം ഘട്ടമായി LDF-ന്റെ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. അത് 11 ആക്കി, 14 ആയി, അങ്ങനെ 15 രൂപ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് നെൽകൃഷിക്കാരന് താങ്ങുവില പ്രഖ്യാപിച്ചു കൊടുത്തത്. ഇവിടെ UDF-ന്റെ ഗവൺമെന്റ് വന്നു. ഇത് 15 മാസം കഴിഞ്ഞു. കേരളത്തിലെ അഡ്വക്കേറ്റ് KN സുനിൽകുമാർ അധ്യക്ഷനായി. കർഷക സംഘം നേതാക്കളായ MA സദാനന്ദൻ, MS ശോഭിതൻ, KP ശെൽവൻ, TP സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണമാലി BSNL ഓഫീസ് ഉപരോധ സമരം PA പീറ്റർ ഉദ്ഘാടനം ചെയ്തു. KD മോഹൻ അധ്യക്ഷനായി. കുമ്പളങ്ങി വില്ലേജ് ഓഫീസ് ഉപരോധ സമരം KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PB ചന്ദ്രബാബു അധ്യക്ഷനായി. തോപ്പുംപടി വില്ലേജ് ഓഫീസ് ഉപരോധ സമരം KJ ആന്റണി ഉദ്ഘാടനം ചെയ്തു. KJ മാക്സി അധ്യക്ഷനായി. NK അബി, അനൂപ് കുമാർ, K എഡ്വിൻ എന്നിവർ സംസാരിച്ചു. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് പള്ളുരുത്തിയിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. മുതിർന്ന ഫോട്ടോഗ്രാഫർ MRN പണിക്കർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പള്ളുരുത്തി യൂണിറ്റ് 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. പള്ളുരുത്തി കച്ചിരിപ്പടി AKPA യൂണിറ്റ് ഹാളിൽ നടന്ന ഫോട്ടോ പ്രദർശനം MRN പണിക്കർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് S ലാലൻ ഉദ്ഘാടനം ചെയ്തു. വാർഷിക സമ്മേളനം മേഖലാ പ്രസിഡന്റ് IT ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. MRN പണിക്കർ, IB ബോബൻ, അപ്പുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്തമമായൊരു മാർഗമാണ് ഈ ഫോട്ടോഗ്രാഫി. ചരിത്രകാരന്മാർ എഴുതി വയ്ക്കുന്നത് അവരുടെ മാനസികമായ അവസ്ഥയെ ആസ്പദമാക്കിയുള്ള ചരിത്രമായിരിക്കും. അതിനകത്ത് 100% സത്യസന്ധമാണ് എന്ന് നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഫോട്ടോഗ്രാഫി അങ്ങനെയല്ല. ഇന്നെന്ത് സംഭവിച്ചു എന്ന് നാളെ വരുന്ന തലമുറ അറിയണമെങ്കിൽ അതിന് നിശ്ചല ഫോട്ടോഗ്രാഫി വളരെ അത്യാവശ്യമാണ്. ഈ ഫോട്ടോഗ്രാഫി രംഗത്തെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ചരിത്രത്തെ നിശ്ചയിക്കുന്നവർ, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഈ ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട വിധത്തിലുള്ള പ്രചോദനങ്ങൾ നൽകാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണവും സഹായവും ഉണ്ടാവണം എന്ന് മാത്രമാണ് ലക്ഷ്യമുണ്ട് ഞാനിതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം. ഫോർട്ടുകൊച്ചിയിലെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ച് റോഡ് ഉൾപ്പെടെയുള്ള റോഡുകൾ നിർമ്മിക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായതായി ഫോർട്ടുകൊച്ചി 1ാം ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ പറഞ്ഞു. ഫോർട്ടുകൊച്ചി വാസ്കോഡിഗാമ സ്ക്വയറിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന ചർച്ച് റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡിൽ മരം നടുന്നതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ. ഈ പ്രദേശം ഫോർട്ടുകൊച്ചി പ്രദേശത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ 10 കോടി രൂപയുടെ ടൂറിസം വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഇത് കൊച്ചിൻ കോർപ്പറേഷന് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. MLA ഇടപെട്ട് ടൂറിസം ഫണ്ട് ഈ 10 കോടി വരുമ്പോൾ ഈ റോഡ് ഈ പൈതൃക നഗരമായ ഫോർട്ടുകൊച്ചിയിലെ ഒട്ടുമിക്ക റോഡുകളും മോഡൽ റോഡ്സായി മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത് വളരെയധികം താമസമില്ലാതെ തന്നെ ഏതാണ്ട് ഡിസംബറിന് ക്രിസ്മസ് ന്യൂ ഇയർ മുന്നേ ആയിട്ട് തന്നെ ഈ റോഡുകളുടെ പണി കഴിയുമെന്നാണ് എനിക്ക് ഉറപ്പ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ AS ഒക്കെ പാസ്സായി കഴിഞ്ഞെന്നാണ് ബഹുമാനപ്പെട്ട MLA ശ്രീ ഡൊമിനിക് കോസ്റ്റേഷൻ നമ്മളെ അറിയിച്ചത്. സംസ്ഥാന ടൂറിസം വകുപ്പ് 10 കോടി രൂപ മുടക്കി നടത്തുന്ന ടൂറിസം വികസന പദ്ധതിയിൽ ഫോർട്ടുകൊച്ചിയിലെ പ്രധാന ടൂറിസം റോഡുകൾ പുനർനിർമ്മാണവും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ പറഞ്ഞു. ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൊച്ചിൻ കോർപ്പറേഷന് ഇതിൻ്റെ മീതയിൽ കയറി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് ടൂറിസം ഗവൺമെൻറ് 10 കോടി രൂപ ചെലവഴിച്ച് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രദേശമാണ് ഫോർട്ടുകൊച്ചി ഈ ചർച്ച് റോഡ്. അതേപോലെ തന്നെ
പരേഡ് ഗ്രൗണ്ട്, സാന്റക്ലോസ് ഗ്രൗണ്ട്, അങ്ങനെ ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിലുള്ള ഭാഗങ്ങളിലുള്ള ടൂറിസം പ്രദേശത്തെ റോഡുകൾ മുഴുവൻ കേരള സർക്കാരിൻ്റെ ടൂറിസം വികസന ഫണ്ടിൽ പാസ്സായി കിടക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് ഏതാനും മാസങ്ങൾക്കാവും, ഏതായാലും എനിക്കൊന്നും ഡിസംബർ വിട്ട് പോകില്ല. ആദ്യം ഫസ്റ്റ് ഫേസ് റോഡിൻ്റെ പണി നടക്കുമെന്നാണ് എന്നെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അത് എത്രയും പെട്ടെന്ന് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി സെന്റ് മാർക്സ് ഇന്റർനാഷണൽ സ്കൂളിൽ കഥകളി ഡെമോൺസ്ട്രേഷൻ സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി കേരള കഥകളി സെന്ററിലെ കലാകാരന്മാരാണ് കഥകളി കലാരൂപം കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയത്. സെന്റ് മാർക്സ് സ്കൂളിലെ LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് കഥകളി എന്ന കേരളീയ കലാരൂപത്തെ പരിചയപ്പെടുത്തുന്ന വ്യത്യസ്തമായ പരിപാടി നടന്നത്. കഥകളിക്കായി ചുട്ടികുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കലാകാരന്മാർ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. പ്രശസ്ത കഥകളി കലാകാരന്മാരായ കലാമണ്ഡലം സുചീന്ദ്രൻ സദനം, വിജയൻ കലാനിലയം, അനിൽ കലാമണ്ഡലം, നിക്സൺ എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. കഥകളിയുടെ മുദ്രകളും പാട്ടും കുട്ടികൾക്കായി വിശദീകരിച്ചു. ദുശാസന വധത്തിലെ ഒരു ഭാഗവും കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന ഗണേശോത്സവത്തിന് ശനിയാഴ്ച സമാപനമാകും. ഘോഷയാത്രയോടെ ഗണേശ വിഗ്രഹം ശനിയാഴ്ച വൈകുന്നേരം ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് നിമജ്ജനം ചെയ്യും. കൊച്ചി ശ്രീ ഗണേഷ് മണ്ഡലിന്റെ നേതൃത്വത്തിലാണ് മട്ടാഞ്ചേരി ഗണേശോത്സവം സംഘടിപ്പിച്ചത്. ദിവസവും ഗണേശാർച്ചനയോടൊപ്പം ആരതിയും നടന്നു. ശനിയാഴ്ച വൻ ഘോഷയാത്രയായി ഗുജറാത്തി റോഡിൽ നിന്നും ഗണേശ വിഗ്രഹം ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് നിമജ്ജനം ചെയ്യും. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തോപ്പുംപടി BMS ഹാളിൽ ശനിയാഴ്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിക്കുമെന്ന് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. പള്ളുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന ബോധവൽക്കരണ റാലിയോടെ ലോക ഹൃദയദിന പരിപാടികൾ ആരംഭിക്കുന്നത്. രാവിലെ 9 മണിക്ക് തോപ്പുംപടി BMS ഹാളിൽ ആരംഭിക്കുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്യും. MLA ഡൊമിനിക് പ്രസന്റേഷൻ അധ്യക്ഷനാകുമെന്നും ലയൺസ് ക്ലബ്ബ് ഭാരവാഹിയായ ജോസഫ് മാത്യു പറഞ്ഞു. അലോപ്പതി, ഹോമിയോ, ആയുർവേദം എന്നീ വിഭാഗങ്ങളിലായി നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് ചികിത്സ നിശ്ചയിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അതുപോലെ ആർട്ട് കെയർ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ സർജൻ ജോസ് ചക്കോപുരത്തിൻ്റെ ഒരു സംഘടന. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രിൻറ്റിങ് തുടങ്ങി BM സെൻറ്ററിൽ ഇവിടെ വെന്യൂവിൽ വന്ന് അവസാനിക്കുന്നത്. അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട MLA ഡൊമിനിക് പ്രസന്റേഷനാണ്. വെന്യൂവിൽ വന്നു കഴിഞ്ഞാൽ 9:30 ഇതിൻ്റെ ഇനോഗ്രൽ ഫംഗ്ഷൻ ക്യാമ്പിൻ്റെ അവയർനെസ് പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന മന്ത്രി കേന്ദ്രമന്ത്രി തോമസ് മാഷാണ്. വാർത്താ സമ്മേളനത്തിൽ ലയൺസ് ഭാരവാഹികളായ ജോസഫ് മാത്യു, ഇന്ദുപ്രസാദ്, കുര്യൻ ജോൺ എന്നിവരും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കർഷക രക്ഷ കേരള രക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള കർഷക സംഘം വില്ലേജ് ഓഫീസുകളും BSNL ഓഫീസുകളും ഉപരോധിക്കും. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് പള്ളുരുത്തിയിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന ഗണേശോത്സവത്തിന് ശനിയാഴ്ച സമാപനമാകും. ഘോഷയാത്രയോടെ ഗണേശ വിഗ്രഹം ശനിയാഴ്ച വൈകുന്നേരം ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് നിമജ്ജനം ചെയ്യും. ന്യൂസ് ടൈം സമാപിക്കുന്നു. നമസ്കാരം.